ഹായ് ഗായ്സ്, നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് കുളി ആയാലോ. നമുക്കൊരു താളി ഉണ്ടാക്കാം. ഇതിപ്പോൾ ഞാനിപ്പം ഇങ്ങനെ പ്രഗ്നൻ്റ് ആയതിനു ശേഷം വീട്ടിൽ ചുമ്മാ ഇരിക്കില്ല. അപ്പോൾ ഈ ഒരു മാസത്തിൽ ഓരോ ആഴ്ചയിൽ 2 ആഴ്ച വീതം ചെയ്യുന്നതാണ് ഹെയറിൻ്റെ തന്നെ. എൻ്റെ ഹെയർ നന്നായിട്ട് പൊഴിയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, തുളസി ഇല വേണം, പനിക്കൂർക്ക ഇല. ഇത് നിങ്ങളുടെ അവിടെ എന്താ പറയുക, നവര ഇല എന്നൊക്കെ ഞങ്ങളവിടെ പറയും കേട്ടോ. ഇത് ഇഷ്ടം പോലെ പടർന്ന് പിടിക്കും. ചെറിയൊരു തൈ വെച്ചാൽ മതി. ഇത് പിന്നെ നമ്മൾ വെള്ളച്ചെമ്പരത്തിയാണ്. അമ്മയ്ക്ക് ചെറിയൊരു ഗാർഡൻ പോലത്തെ സെറ്റപ്പ് ഉണ്ട്. കുറേ ചെടികളുണ്ട്, നല്ല വില കൂടിയതും അങ്ങനത്തെ എല്ലാ ചെടികളും അമ്മ എവിടെന്നെങ്കിലുമൊക്കെ പറിച്ചുകൊണ്ട് വന്ന് വയ്ക്കും കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഇതൊന്നും പുറത്ത് പോയി മേടിക്കേണ്ട ആവശ്യമില്ല, വേറെ വീടുകളിലും പോകേണ്ട ആവശ്യമില്ല. അതിനിടയ്ക്ക് എൻ്റെ ബേബി എൻ്റെ വയറ്റിൽ കിടന്ന് ചവിട്ടുന്നതാണ് ഞാൻ പറയുന്നത്. പിന്നെ എനിക്കിപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോൾ നടക്കാനും ഇതിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, മടിയുമാണ്. അപ്പോൾ നമുക്ക് ചുമന്ന ചെമ്പരത്തിയും ഉണ്ട്, വെള്ള ചെമ്പരത്തിയും ഉണ്ട്. അപ്പോൾ 2 ചെമ്പരത്തി എന്ന് പറിച്ചു. അതിനിടയ്ക്ക് അമ്മ എവിടെന്നോ നടാൻ വേണ്ടി പറിച്ചുകൊണ്ട് വന്ന അതിലൊരു പൂവുണ്ടായിരുന്നു. അത് നോർമൽ സാധാ ചെമ്പരത്തി. പിന്നെ ഇത് അലോവേരയാണ്. അപ്പോൾ അലോവേര നമ്മൾ 4-5 മൂട് നട്ടിട്ടുണ്ട്. അതിൽ വലിയ മൂടിൽ നിന്നാണ് ഞാൻ ഒരെണ്ണം പറിച്ചത്. ഒരെണ്ണം മതി. പിന്നെ മുരിങ്ങയില വേണം. മുരിങ്ങയില നമ്മുടെ തലയിൽ ചുമ്മാ വെറുതെ ഇടുന്നത് നല്ലതാണ്. മുരിങ്ങയില ജ്യൂസ് അടിച്ച് കുടിക്കുന്നത് നല്ലതാണ്. ഇതെല്ലാം നല്ലതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കരിവേപ്പില. ഈ മുരിങ്ങയിലും കരിവേപ്പിലയൊക്കെ ഈ പറമ്പിൽ തന്നെ ഉള്ളതുകൊണ്ട് വേറെ പ്രശ്നമില്ല. നമുക്കൊന്നും പുറത്ത് പോയി മേടിക്കേണ്ടി വരത്തില്ല, അന്വേഷിച്ച് നടക്കേണ്ടി വരത്തില്ല. കരിവേപ്പില നാടൻ കരിവേപ്പിലയാണ് എല്ലാത്തിനും. നമ്മുടെ ഹെയറിനൊക്കെ യൂസ് ചെയ്യുന്നെങ്കിൽ നാടൻ കരിവേപ്പിലയാണ് നല്ലത്, നമ്മൾ നട്ട് വളർത്തുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് കരിവേപ്പില എടുത്തിട്ടുണ്ട്. ഒരുപാടൊന്നും വേണ്ട, ഇച്ചിരി മതി. കാരണം എനിക്കും മാളുവിനും മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ശംഖുപുഷ്പം, ഇത് ഞാൻ വിളക്ക് വയ്ക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പൂവേ പറിച്ചുള്ളൂ. ശംഖുപുഷ്പപ്പൂ വെള്ളമായിട്ട് കുടിക്കുന്നതൊക്കെ നല്ലതാണ് കേട്ടോ, PCOD ഒക്കെ ഉള്ളവർ. പിന്നെ എനിക്ക് അവൾ എണ്ണ തേച്ച് തന്നു. ഞാനും അവൾക്ക് എണ്ണ തേച്ച് കൊടുത്ത് ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അവൾ കുറേ എന്തൊക്കെയോ പറയുന്നുണ്ട്, സംശയങ്ങൾ. ഞാൻ അതൊക്കെ ഇങ്ങനെ ചിരിച്ചു വിടാണ്. പിന്നെ അത് നമ്മൾ ഇല കഴുകി എടുത്തു. എന്നിട്ട് അതിനെ ഞാൻ ഫസ്റ്റ് രൂപത്തിൽ നമുക്ക് അടിച്ചെടുക്കണമല്ലോ. ഇത് പാക്കാണ്, താളി മാത്രമല്ല പാക്കായിട്ട് ഉപയോഗിക്കാം. ഇത് എല്ലാം കൂടി അരച്ചെടുക്കുമ്പോൾ ഇതുപോലത്തെ ഒരു കൺസിസ്റ്റൻസി കിട്ടും. ഇത് ഞാൻ അവൾക്ക് മാറ്റി വെച്ചിട്ട് എനിക്കത് അതിനിടയ്ക്ക് ഞാനൊരു ഫേസ് പാക്ക് തയ്യാറാക്കിയാണ് കേട്ടോ. കടലമാവും തൈരും തേനും വെച്ചിട്ട് നല്ലൊരു ഫേസ് പാക്കാണ്. നമുക്കത് ബോഡി മൊത്തം ഉപയോഗിക്കാൻ പറ്റും, സോപ്പിന് പകരം നല്ലതാണ്. പക്ഷെ ഞാൻ മുഖത്ത് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. എനിക്ക് ഒരുമാതിരി ഒരു ഓയിലി പോലത്തെ ഫീൽ വരുന്നതുകൊണ്ട് ഞാൻ അത്ര മാത്രമേ ഉപയോഗിക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ വന്നിട്ട് മാളും എൻ്റെ അടുത്ത് കുശലം അന്വേഷിക്കുന്നത്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണം, എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കുക. പിന്നെ ഞാനത് ഫുള്ളും തേച്ചു അവിടെ ഇരുന്ന്. ഇത് നമ്മുടെ പുറകു വശമാണ്. ഇവിടെ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ വന്നിരുന്ന് കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെ ബഹളമൊക്കെ വെച്ചിരിക്കാറുണ്ട്. നല്ല രസമാണ് ബാക്കിയിരിക്കും. ഈ ചൂട് സമയത്ത് നമുക്ക് കാറ്റൊക്കെ കൊണ്ടിരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ അമ്മ വന്നപ്പോൾ ഞാൻ അവളെ പറ്റി എന്തോ പറഞ്ഞിരിക്കുന്നതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അടിയൊക്കെ ഉണ്ടാക്കി ചിരിച്ചും കളി പറഞ്ഞൊക്കെ ഇരിക്കും. ചുമ്മാ താറ്റിലാണ് പരിപാടി, അത്രയേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ മുടിയെ പറ്റിയൊക്കെ അവൾ പറഞ്ഞു. അത് ഞാൻ തലയിൽ സത്യം പറഞ്ഞാൽ ഒരു ബോട്ടോക്സ് ചെയ്തതാണ്, പക്ഷേ ഇങ്ങനെ ആയിപ്പോയി ഹെയർ. അതിനെയൊക്കെ പറ്റി കളിയാക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ ഞാൻ ഫുള്ള് ഞാൻ തേച്ച് പിടിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് പാക്കും ഇട്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോ എടുത്തത് പകുതിയിലെങ്ങാണ്ട് കട്ടായി. അതിനിടയ്ക്ക് അമ്മ വന്ന് എൻ്റെ ക്യാമറയുടെ ഫ്രണ്ടിൽ നിന്ന് തുണി പറക്കുന്നുണ്ട്. ഞാൻ എൻ്റെ തുണിയൊക്കെ കഴുകിയിട്ടതായിരുന്നു കേട്ടോ. പിന്നെ പാക്കൊക്കെ ഇട്ടു, കുളിച്ച് കയറി വന്നു. കുളിച്ച് കയറിയിട്ടുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അമ്മ എനിക്കൊരു നല്ലൊരു സ്മൂത്തി അടിച്ച് അത് കുടിച്ചു. അപ്പോൾ അത്രേ ഉള്ളൂ, ബായ്.